അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം BJPയെ വളരെ ഷാർപ്പായിട്ട് ആക്രമിക്കുന്നത് കാണുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ തുടങ്ങി വെച്ചൊരു വിവാദമാണ്. മോദിക്ക് ഗ്യാരണ്ടി എന്ന പേരിൽ വോട്ട് തേടുന്നു. പക്ഷേ മോദി വോട്ട് ചോദിക്കുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ നടത്തുന്ന നീക്കങ്ങൾ മുഴുവൻ എന്ന് ഇദ്ദേഹം ആവർത്തിച്ച് പ്രസംഗിക്കുന്നു. കഴിഞ്ഞ തവണ ആദ്യം ഇത് പറഞ്ഞപ്പോൾ BJP വളരെ പെട്ടെന്ന് അമിത്ഷാദിനെ നേരിട്ട് വന്നല്ല, മോദി ഒരിക്കലും വിരമിക്കില്ല, മോദി തന്നെ തുടരുമെന്ന് വിശദീകരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. BJPയിലെ മറ്റെല്ലാ മുതിർന്ന നേതാക്കളെയും വളരെ തന്ത്രപരമായി മോദി വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. മനോഹർലാൽ ഖട്ടാറിനെ വെട്ടിയത് കണ്ടില്ലേ, ശിവരാജ് സിംഗ് ചൗഹാനെ വെട്ടിയത് കണ്ടില്ലേ, അല്ലെങ്കിൽ വസുന്ധരരാജയെ വെട്ടിയത് കണ്ടില്ലേ, രമൺ സിംഗിനെ വെട്ടിയത് കണ്ടില്ലേ, ഇങ്ങനെ കുറേ ആളുകളുടെ പേര് പറഞ്ഞ് അവസാനം ഇനിയുള്ളത് ഒറ്റ ത്രെട്ട്, ഒരേ ഒരു ഭീഷണി യോഗി ആദിത്യനാഥ് മാത്രമാണ്. 2-3 മാസം കഴിയുമ്പോൾ യോഗി ആദിത്യനാഥിനെ ആ പദവിയിൽ നിന്ന് പറഞ്ഞു വിടാൻ പോവുകയാണ്. അമിത്ഷായെ അവരോധിക്കുകയാണ് മോദിയുടെ ലക്ഷ്യം. അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദി വോട്ട് ചോദിക്കുന്നത് എന്നാണ് കെജ്രിവാൾ ആവർത്തിച്ച് പ്രസംഗിക്കുന്നത്. BJPക്ക് ആവട്ടെ അതിന് മറുപടി പറയേണ്ടി വരുന്നുണ്ട്. കാരണം എന്താണ്, 75 വയസ്സാകുമ്പോൾ മുതിർന്ന നേതാക്കളെല്ലാവരും ഉപദേശക സമിതിയിലേക്ക് മാറുക എന്നത് മോദി 2014 വന്നതിന് ശേഷം കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് പാർട്ടിക്കകത്ത്. മോദിക്ക് മാത്രമായിട്ട് അതിനകത്ത് എക്സെപ്ഷൻ കിട്ടുകയില്ല. അപ്പോൾ ഇത് നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്നാണ്. ദാവൂദ് സാഹിബ്, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉള്ളത്, യോഗി ആദിത്യനാഥ് മോദിയുടെ സക്സസർ ആവുമെന്ന് വിചാരിക്കുന്ന ആളുകളും അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോഴാണ് വളരെ തന്ത്രപരമായിട്ട് ഇദ്ദേഹം പറയാണ് യോഗിയെ തീർക്കാൻ പോവുകയാണ് മോദിയുടെയും അമിത്ഷായുടെയും ഒരു ദ്വന്ദ്വം, അവരുടെ ഡ്യോ ആണ് ഇത് മൊത്തത്തിൽ നിയന്ത്രിക്കാൻ പോകുന്നത്. ഇത് ഒക്കെ പുറത്ത് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പമൊക്കെ അകത്ത് ആ പാർട്ടിക്കകത്ത് തന്നെയും വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആയുധമാണ്. നമുക്ക് നിഷേധം, ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേറ്റർ അരവിന്ദ് കെജ്രിവാളാണ്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേറ്റർ മാത്രമല്ല, അദ്ദേഹം ഒരു കുറുക്കൻ രാഷ്ട്രീയക്കാരൻ കൂടെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും. ഇന്ന് അദ്ദേഹം കുരുക്ഷേത്രയിൽ ഒരു റാലിയിൽ പ്രസംഗിക്കുന്നുണ്ട്, ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ. അവിടെ വെച്ച് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ താമരയ്ക്ക് കുത്തിയാൽ ഞാൻ വീണ്ടും ജയിലിൽ പോകേണ്ടി വരും. അത് ഉണ്ടാക്കുന്ന ഒരു വൈകാരികമായൊരു വേവ് ശ്രദ്ധിക്കണം. ഞാൻ ഡൽഹിയിൽ എന്താണ് ചെയ്തത്, എല്ലാവർക്കും സൗജന്യമായി മെഡിസിൻ നൽകുവാനുള്ള സംവിധാനങ്ങളുണ്ടാക്കി. എന്നിട്ടോ ജയിലിൽ എനിക്ക് ഇൻസുലിൻ തരാതെ ഇവരെന്നെ കഷ്ടപ്പെടുത്തി. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഇന്ന് അദ്ദേഹം 6 മണിക്ക് നമ്മളെ ഈ ഔട്ട് ഓഫ് ഫോക്കസ് ടെലിവിഷനിൽ പ്രക്ഷേപണം ചെയ്യുമ്പോൾ അദ്ദേഹം സുവർണക്ഷേത്രത്തിലായിരിക്കും. അമൃത്സറിൽ വൈകുന്നേരം 6 മണിക്ക് റാലിയുണ്ട്. അത് കഴിഞ്ഞ് സുവർണക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ്. ഇദ്ദേഹവുമായിട്ട് അഖിലേഷ് യാദവുമായിട്ട് ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അതൊക്കെ നൽകുന്ന മെസ്സേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാലോചിക്കണം, AAP അല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ഏതെങ്കിലും നിലക്കുള്ള അലയൻസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഇതിനൊന്നും പോകാതിരുന്ന കെജ്രിവാളാണ്. പക്ഷെ അദ്ദേഹം ഈ സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം വേദി പങ്കിടുന്നു, അഖിലേഷിനോടൊപ്പം പത്രസമ്മേളനം നടത്തുന്നു, അമൃത്സറിൽ പോകുന്നു. ഇങ്ങനെ ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ വോട്ടർമാരെ സ്വാധീനിക്കുവാൻ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലാണ് BJPക്കെതിരായ BJP ഭരണത്തിനെതിരായിട്ടുള്ള ഒരു സംഗതി, ഒരു നെഗറ്റീവ് ഫീലിംഗ് ജനങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും മോഡിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മോഡി ബ്രാൻഡിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് കെജ്രിവാളിനറിയാം. അവരെ ടാർഗറ്റ് ചെയ്യണം. ഒരു വശത്ത് അവരെയാണ് ലക്ഷ്യം വെക്കുന്നത്. പിന്നെ നിങ്ങൾ മോഡി പ്രധാനമന്ത്രിയെ കാണാനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ നോക്കൂ, അങ്ങനെ അദ്ദേഹത്തിന് അധികകാലം പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല. കാരണം 75 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യണം എന്ന വ്യവസ്ഥ അവിടെ ഉണ്ട്. വ്യവസ്ഥ ഉണ്ടെന്ന് പറയുമ്പോൾ BJPയുടെ ഭരണഘടനയിൽ അങ്ങനെ ഇല്ല. പക്ഷേ അവരത് പാലിച്ചു പോരുന്നുണ്ട്. ഒരു പാർട്ടി നയം എന്നുള്ളവർക്ക് പാലിച്ചു പോരുന്നത്. ആനന്ദിബെൻ പട്ടേലിൻ്റെ കാര്യം മാത്രം എടുത്താൽ മതി. അദ്ദേഹം കസേരയിൽ ഇരിക്കുകയാണ്, 75 വയസ്സ് പൂർത്തിയാവുന്നത്, ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം 2025 ആകുമ്പോൾ മോഡി ഈ ത്രഷോൾഡ് കടക്കും, 75 വയസ്സ് ആകും. അപ്പോൾ അദ്ദേഹം ഉണ്ടാവില്ല. നിങ്ങൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയെ കാണാനാണ് വോട്ട് ചെയ്യുന്നതിൽ അദ്ദേഹം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ കെജ്രിവാൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്, മോഡി ബ്രാൻഡിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. എന്താണ്, ഡൽഹി ഭരിക്കാൻ കെജ്രിവാൾ, കേന്ദ്രം ഭരിക്കാൻ മോഡി എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. ആ ഒരു ഇത് കൊണ്ടു നടക്കുന്നവരെയാണ് ഇദ്ദേഹം ഇവിടെ ഉന്നം വെക്കുന്നത്. രണ്ടാമത് യോഗിയെ എടുക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് ഒരുപാട് റെക്കോർഡുകളുള്ള ആളാണ്. 26-ാം വയസ്സിൽ MP ആയ ആളാണ്.
5 തവണ അദ്ദേഹം ഖരഗ്പൂരിൽ നിന്ന് MP ആയി തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. UPയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ തുടർച്ചയായി 2ാം ടേം മുഖ്യമന്ത്രിയാവുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ 52 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഒരു നാച്ചുറൽ സക്സസർ ആയിട്ട് യോഗിയുടെ അനുയായികൾ യോഗിയെ കാണുന്നുണ്ട്. യോഗിയുടെ അനുയായികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ BJP സംഘ് പരിവാർ രാഷ്ട്രീയത്തിലൂടെ വന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ വേറൊരു വേരിയൻ്റ് ഓഫ് ഹിന്ദുത്വ പൊളിറ്റിക്സാണ്. അദ്ദേഹം RSSൽ ഉണ്ടായിരുന്നില്ല. ഹിന്ദു യുവവാഹിനി എന്ന് പറയുന്ന സ്വന്തമായ സംഘടന അദ്ദേഹം രൂപീകരിക്കുന്നത് അദ്ദേഹം BJP ടിക്കറ്റിൽ മത്സരിച്ച് MP ആയതിനു ശേഷമാണ്. അതുകൂടെ മനസ്സിലാക്കണം. അദ്ദേഹം മഹന്ത് അവൈദ്യനാഥിൻ്റെ ശിഷ്യനാണ് അദ്ദേഹം. പിന്നെ ഹിന്ദു മഹാസഭയുടെ ആളായിരുന്നു. പിന്നെ BJP ടിക്കറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ BJP ടിക്കറ്റിൽ മത്സരിക്കുമ്പോഴും പലപ്പോഴും BJPയുമായിട്ട് പലതരം ഉരസലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ BJPക്കെതിരെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ BJPയിൽ സമ്പൂർണ്ണമായി ലയിച്ചു ചേർന്നിട്ടുള്ള ഒരാളല്ല. BJP മുഖ്യമന്ത്രിയായിട്ട് ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെതായ ഒരു കമ്പാർട്ട്മെൻറ്റ് ഈ ഇതിനകത്തുണ്ട്. അത് ഏത് സമയം അദ്ദേഹത്തിന് റിവൈവ് ചെയ്യാൻ പറ്റും. അതിന് കരുത്തും അതിന് ശേഷിയും അതിന് മാത്രമുള്ള അനുയായ വൃന്ദവും പ്രത്യേകിച്ച് ഈസ്റ്റേൺ UPയിൽ ഉള്ള ഒരാളാണ്. അപ്പോൾ യോഗി ആദിത്യനാഥിനെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ സൈഡാക്കാൻ ശ്രമം നടക്കുന്നു എന്ന വിചാരം യോഗി ആദിത്യനാഥിന് അനുയായികൾക്കിടയിലുണ്ട്. നേരെ തിരിച്ചു നടക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥ് ഇത്തവണ UPയിൽ അധികം സീറ്റൊന്ന് കുറച്ച് താഴ്ത്തിപ്പിടിക്കാം എന്ന നിലപാടാണ് യോഗി ആദിത്യനാഥ് സ്വീകരിക്കുന്നത് എന്ന് വിശകലനം ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ഇവരങ്ങനെ അങ്ങ് പോകണ്ട എന്ന് യോഗി ആദിത്യനാഥ് വിചാരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് അയഞ്ഞ മട്ടിലാണ്. പഴയ മാതിരി അല്ല, UPയിൽ നിന്ന് സീറ്റ് കുറയാൻ അതും ഒരു ഘടകമായിരിക്കും എന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ആ ഒരു റിഫ്റ്റിനെ അതിലൊരു വെഡ്ജ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഈ പറയുന്ന കെജ്രിവാൾ ശ്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ആരെയാണ് ഉന്നം വെക്കുന്നത്? യോഗിയുടെ അനുയായികളെയാണ്. നോക്കൂ, ഇദ്ദേഹം എന്താ ചെയ്യാൻ പോണത്? ഇദ്ദേഹം അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കും. അതിനുശേഷം 3 മാസത്തിൽ കൂടുതൽ യോഗി ആദിത്യനാഥ് CM കസേരയിൽ ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് യോഗി ആദിത്യനാഥിൻ്റെ അനുയായികളോടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കെജ്രിവാളിൻ്റെ ഉള്ളിൽ ഒരു കുറുക്കൻ രാഷ്ട്രീയക്കാരൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എവിടെ വെഡ്ജ് ഉണ്ടാക്കണം, എവിടെ ഡിവൈഡ് ഉണ്ടാക്കണം, ആരെ അഭിസംബോധന ചെയ്യണം എന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണ്. അത് റിസൾട്ട് ഉണ്ടാക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. രാജിംസ് എന്താണ് തോന്നുന്നത്? അങ്ങനെ എന്തുമാത്രം പ്രവർത്തനശേഷിയുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ കെജ്രിവാൾ എടുത്തുപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്? BJPയുടെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയ രാപ്പനി നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. അതിനെയാണ് BJP മോദി ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക, അപ്പോൾ എന്തിനാണ് ആം ആദ്മി പാർട്ടിയുടെ 2-3 മന്ത്രിമാർ ജയിലിൽ കിടക്കുന്നത്? അരവിന്ദ് കെജ്രിവാളിന് എന്തിനാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശാഖത്തിടുന്നതെന്ന് വെച്ചാൽ ഇത് കൃത്യമായി പറയാൻ കഴിയുന്ന ആൾ അരവിന്ദ് കെജ്രിവാളാണ്. അദ്ദേഹത്തിന് അറിയാം, ഈ രാപ്പനി അറിയാം, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാം. ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ സംഭവം എടുക്കുക. യോഗി ആദിത്യനാഥ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം യോഗി എവിടെയൊക്കെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്? ഇന്ത്യയിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളിൽ യോഗി കേരളത്തിൽ വരെ വന്ന ആളാണ്. ഇത്തവണ ഒരിടത്തും അദ്ദേഹം പ്രസംഗിക്കുന്നത്, അദ്ദേഹം സൈലന്റ് ആണ്. അല്ലെങ്കിൽ 2019 തന്നെ ആലോചിച്ച് നോക്കുക, എത്രമാത്രം തീ തുപ്പുന്ന പ്രസംഗങ്ങളായിരുന്നു യോഗിയുടേതായി വന്നത്. ഇത്തവണ അദ്ദേഹം തീ തുപ്പുന്നില്ല മാത്രമല്ല, അദ്ദേഹം പ്രസംഗിക്കുന്ന പോലുമില്ല. അപ്പോൾ യോഗിയെ ഒതുക്കും എന്നുള്ളൊരു ഭയം, യോഗി മോദി റിഫ്റ്റ് ഉണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ വെളിവായത് അരവിന്ദ് കെജ്രിവാൾ പുറത്തു വരുന്നതിന് മുമ്പാണ്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് അദ്ദേഹവുമായി ഈ രാജ്ദീപ് സർദേശായി ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, എൻ്റെ നേതാവ് മോദിയാണ്. അപ്പോൾ രാജ്ദീപ് തിരിച്ചു വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ യോഗി നിങ്ങളുടെ നേതാവല്ലേ, നിങ്ങൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള MP ആണല്ലോ. അത് ഞാൻ പറയില്ല, പക്ഷേ എൻ്റെ നേതാവ് മോദിയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ ആ റിഫ്റ്റ് വളരെ എവിഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഇന്ത്യ സഖ്യം, സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് യോഗി തണുത്താൽ തന്നെ, യോഗി ഒന്ന് സൈലൻ്റായിരുന്നാൽ തന്നെ കുറേ വോട്ടുകൾ ഞങ്ങൾക്ക് മറിയുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഇത് മോദി യോഗി റിഫ്റ്റ് വളരെ എവിഡൻ്റ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് യുപിയിൽ പോലും മാറ്റമുണ്ടാകും. യുപിയിൽ പോലും എന്ന് പറയാൻ കാരണം യോഗി ആദിത്യനാഥ് ഇപ്പോൾ 2 ടൈം ഭരിച്ചു. കഴിഞ്ഞ തവണ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കോവിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോവിഡിൽ ഗംഗയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി നടന്നതാണ്. എന്നിട്ടും യോഗി വൻ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ
അതിശക്തമായ ഒരു ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ യു പിയിലൂടെ സഞ്ചരിച്ചിട്ട് എഴുതിയ റിപ്പോർട്ട് ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ BSPക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഈ യോഗിയുടെ ഭരണത്തിൽ തൃപ്തിയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഗുണ്ടാരാജ് അവസാനിപ്പിക്കാൻ യോഗിക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ഗുണ്ടാരാജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് അവന്മാരെ തീർക്കുന്നു. അതായത് എന്താണ് ടെലിവൈസ്ഡ് ക്യാമറകൾക്ക് മുമ്പിൽ നടന്നിട്ടുള്ള എൻകൗണ്ടർ നമ്മൾ കണ്ടാണല്ലോ, അത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തൊരു വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ്, ഒരാളെ ക്യാമറകൾക്ക് മുമ്പിൽ കുറേ പേര് ഒന്ന് വെടിവെച്ചുമല്ലോ. അതുണ്ടാക്കുന്ന പോപ്പുലാരിറ്റി, യോഗിക്ക് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള പോപ്പുലാരിറ്റി ചെറുതല്ല. അപ്പോൾ അങ്ങനെ പോപ്പുലാരിറ്റി ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ യു പിയിൽ ഇപ്പോഴത്തെ ഒരു ഹാർട്ട് ട്രോബ് എന്ന് പറയാവുന്ന ഒരാൾ മോദിക്കെതിരെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് വലിയ ഡേഞ്ചറാണ് BJP. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി തുറന്നു പറയുന്നു അരവിന്ദ് കെജ്രിവാൾ. മറ്റൊരു കാര്യം, മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ എവിടെയാണ്, ഏത് വോട്ട് ബാങ്കിലാണ് കെജ്രിവാളും മോദിയും കയറ്റു വരുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇപ്പോൾ ഡൽഹിയിൽ തന്നെ എടുക്കുക, 7 ലോക്സഭാ സീറ്റിലും തൂത്തുവാരി കൊണ്ടുപോകുന്ന BJP തൊട്ടടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയോട് തോക്കുകയാണ്. അപ്പോൾ ഒരേ വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന 2 പാർട്ടികൾ, ആ 2 പാർട്ടികളിൽ കോൺഗ്രസിന് സാധിക്കാത്ത ഒരു കാര്യമാണ് ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുന്നത്. കെജ്രിവാളിൻ്റെ ഈ പറയുന്ന ഈ തരത്തിലുള്ള പ്രസംഗം ഇപ്പോൾ ഹരിയാനയിൽ തീർച്ചയായിട്ടും തരംഗം ഉണ്ടാക്കും. യു പിയിൽ അദ്ദേഹം പറയുന്ന യോഗിയെക്കുറിച്ചാണ്, യോഗിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് അതവിടെ വലിയ നേട്ടമുണ്ടാക്കിയില്ലെങ്കിൽ പോലും അത് ഇന്ത്യ മുന്നണിക്ക് നേട്ടമായി വരും. കാരണം മൊത്തത്തിൽ നടക്കുന്നൊരു കൺഫ്യൂഷനിൽ കുറെ കൂടി കൺഫ്യൂഷൻ വിതയ്ക്കുകയാണ് കെജ്രിവാൾ. കെജ്രിവാൾ ശരിക്കും ചെയ്യുന്നത് വോട്ട് ബാങ്കിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. ആ കൺഫ്യൂഷൻ വിജയിച്ചാൽ ഇന്ത്യ സഖ്യത്തിന് നേട്ടമാകും. യെസ്.